Objectives of cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലകൊള്ളുന്നത്? അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? Objectives of a cooperative society. Every cooperative society comes into existence for the fulfillment of certain specific objectives. Certain specific objectives attain ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത്. Which may be termed as its immediate aims. ഇത് നമുക്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് എയിംസ് ആണെന്ന് വിളിക്കാം. എന്നാൽ ഈ ഇമ്മീഡിയറ്റ് എയിംസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കിടക്കും. വൺ കോപ്പറേറ്റീവ് ടു അനദർ. ഒരു കോപ്പറേറ്റീവിൽ നിന്നും മറ്റൊരു കോപ്പറേറ്റീവ്സിൽ വെച്ച് നോക്കുമ്പോൾ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം. എന്നാൽ അവയുടെ ലോങ് റൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി റെസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ആർ ഇൻ ദി പ്രൈമറി ഓർ സെക്കൻഡറി ടെർഷ്യറി സെക്ടർ ആർ ദി സെയിം. ഒരു പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടറിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവയുടെ ലോങ് റൺ ഒബ്ജക്റ്റീവ് സെയിം ആയിരിക്കും എന്നുള്ളതാണ്. These long run objectives may be called general objective, basic objectives. അതുകൊണ്ട് തന്നെ ഇവയെ ജനറൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഏതൊക്കെയാണ് ബേസിക് അല്ലെങ്കിൽ ജനറൽ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? അതിൽ ഒന്നാമത്തേതാണ് elimination of middleman. Elimination of middleman. The first objective of the cooperative society is to remove the middleman present in different field. പല മേഖലയിലുള്ള മിഡിൽമാൻ്റെ റോളിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത്തരം മിഡിൽമാൻ്റെ ഇടപെടലുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അവരാണ് പ്രധാനമായിട്ടും ഈ മിഡിൽമാനാണ് യഥാർത്ഥ ബെനിഫിഷ്യറീസിൽ നിന്നും അതിൻ്റെ നേട്ടങ്ങളെ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന മിഡിൽമാൻ അത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് പോലെ കൺസ്യൂമർ രംഗത്തുള്ള ഇതായിക്കോട്ടെ, കൺസ്യൂമർ പ്രൊഡ്യൂസർ സപ്ലൈ ചെയിനിലുള്ളതായിക്കോട്ടെ, അതെല്ലാം കൃഷിക്കാരുടെ നേട്ടങ്ങൾ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ലാൻഡ് ലോഡ്സ് ആയിക്കോട്ടെ, ബാങ്കിങ് മേഖലയിലുള്ള മിഡിൽമാൻ ആയിക്കോട്ടെ, അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള മിഡിൽമാനൊക്കെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ അവരുടെ റോള് കുറച്ച് ഇല്ലാതാക്കാൻ സാധിക്കും. Cooperative society, consumer cooperative society came to be established to remove the wholesalers and retailers who came in between the producers and consumers. Consumer cooperative society ആണ് ഇതിന് നിലവിൽ വന്നത് ഈ മിഡിൽമാൻ റോൾ കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ to save the farmers from the stranglehold of landlord. ലാൻഡ് പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഫാമിംഗ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട കർഷകരിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് നിലവിൽ വന്നത്. കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി നിലവിൽ വന്നത് അവയുടെ ലക്ഷ്യം എന്താണ്? അത്തരത്തിലുള്ള ഫാമേഴ്സിന്റെ മിഡിൽമാനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഫാമേഴ്സിന്റെ പ്രൊഡക്റ്റിന് മാർക്കറ്റ് ചെയ്യുന്ന ഏജൻസികളായിട്ടും അതേപോലെ തന്നെ ലാൻഡ് ലോഡ് ഉൾപ്പെടെയുള്ള മിഡിൽമാൻ്റെ റോളിനെ കുറച്ചുകൊണ്ട് സാധാരണക്കാരന് നല്ല ഫെയർ ആയിട്ടുള്ള റേറ്റ് കിട്ടുക, കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫെയർ ആയിട്ടുള്ള റേറ്റിന് സാധനങ്ങൾ ലഭ്യമാക്കുക. ഇങ്ങനെ രണ്ടു കൂട്ടർ ഒരേ താല്പര്യങ്ങൾ ഒരേ സമയം സംരക്ഷിക്കപ്പെടുകയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ചെയ്യുന്നത്. രണ്ടാമത്തത് റിമൂവൽ ഓഫ് എവിൽസ് ഓഫ് ക്യാപിറ്റലിസം. രണ്ടാമത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവായിട്ട് പറയാം റിമൂവൽ ഓഫ് എവിൽസ് ഓഫ് ക്യാപിറ്റലിസം. ഇത് ക്യാപിറ്റലിസത്തിന്റെ എവിൽസിനെ ഇല്ലാതാക്കും. ക്യാപിറ്റലിസം പ്രധാനമായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിലവിൽ വന്ന ഒന്നാണ്. അത്തരത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിലവിൽ വന്ന ഒരു സ്ഥാപനങ്ങളൊക്കെ തന്നെയും അതിൻ്റെതായിട്ടുള്ള ചൂഷണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിൽ നിലവിൽ നിൽക്കുന്ന
എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ക്ലാസ് സ്ട്രഗിൾ ഉണ്ട്, ഇക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ട്, അൺഫെയർ കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനെ ചൂഷണം ചെയ്യുന്നത് പോലുള്ളവ, വർക്കേഴ്സിനെ ആയിക്കോട്ടെ, മറ്റ് ഫാമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ. അതുപോലെ ക്ലാസ് സ്ട്രഗിൾ, തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ നടക്കുന്ന സംഘട്ടനം. എക്കണോമിക് ഇനീക്വാലിറ്റി, സാമ്പത്തിക അസമത്വം, അതായത് സമ്പത്തിന്റെ വിതരണത്തിലെ അസമത്വം. അൺഫെയർ കോമ്പറ്റീഷൻ, കോമ്പറ്റീഷൻ കാര്യത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ. അത് രണ്ട് സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള കോമ്പറ്റീഷൻ. ഇതൊക്കെ തന്നെ, ഇത്ര ലേബിൾസ് ഒക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളത്. ആ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. എയിം ഓഫ് കോർപ്പറേഷൻ എന്താണ്? ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി അവയുടെ പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളത് ഒരു മിനിമം പ്രോഫിറ്റ് മാത്രമാണ് അവർ ഈടാക്കുകയുള്ളൂ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരിക്കലും തന്നെ മിനിമം പ്രോഫിറ്റ് ഈടാക്കിക്കൊണ്ട് മാത്രമേ അവർ ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മാക്സിമം പ്രോഫിറ്റ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യം ആർക്കുണ്ടാവില്ല? കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാവില്ല. മൂന്നാമത്തത് റൈസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ. എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ ആണ്, റൈസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ ആണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. ദ മോസ്റ്റ് ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു റൈസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി പുവർ. പുവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൂവർ ഇൻ ദി പാസ്റ്റ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റലിസ്റ്റിനാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട പാവപ്പെട്ട ആളുകളെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉയർത്തുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ്സിന്റെ മറ്റൊരു ലക്ഷ്യം. പുവർ പീപ്പിൾ എന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഫോം ആൻ അസോസിയേഷൻ ടു അണ്ടർടേക്ക് ബിസിനസ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ഗെറ്റ് ദി റിവാർഡ്സ് ഓഫ് ദെയർ വർക്ക്. അവരുടെ വർക്കിന് ആവശ്യമായ റിവാർഡ്സ് ലഭിക്കുന്ന വിധത്തിൽ എന്ത് ചെയ്യുന്നു? അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം നിലയ്ക്ക് ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്നു, അവിടെ പ്രവർത്തിക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് അവർ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടെ ജീവിതം അങ്ങനെ മെച്ചപ്പെടുന്നു. ആ രീതിയിലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉയർത്തുക എന്നുള്ള ലക്ഷ്യവും കൂടി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. Then next, rising moral standards of its members. കോപ്പറേറ്റീവ് സൊസൈറ്റി അവയുടെ മോറൽ സ്റ്റാൻഡേർഡ് ഉയർത്തുന്ന ഒരു സൊസൈറ്റിയാണ്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു എന്റർപ്രൈസ് ആണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്റർപ്രൈസ് ആവുന്നത് എങ്ങനെയാണ്? അത് ഒരു എന്റർപ്രൈസ് ആണ്. ആ എന്റർപ്രൈസ്, അത്തരത്തിലുള്ള എന്റർപ്രൈസ് ത്രൂ കോപ്പറേറ്റീവ്സ് ലേസ് സ്ട്രെസ് ഓൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിന് സ്ട്രെസ് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ഒരു എന്റർപ്രൈസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സം മോറൽ ആയിട്ടുള്ള വാല്യൂസ് കൂടി അവരെന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വാല്യൂസ് ഉൾക്കൊള്ളുന്ന ഒന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ വാല്യൂസ് അനുസരിച്ച് ജീവിക്കുന്ന മെമ്പേഴ്സിന് അവരുടെ മോറൽ സ്റ്റാൻഡേർഡ് ഉയർത്താൻ സാധിക്കുന്നു. അതിലൂടെ മോറൽ സ്റ്റാൻഡേർഡ് ഉയർത്താൻ സാധിക്കും. നിലവിലുള്ള കോർപ്പറേഷൻ്റെതായിട്ടുള്ള അതിൻ്റെ മോറൽ എത്തിക്കൽ വാല്യൂസിലൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അവരുടെ മെമ്പേഴ്സിൻ്റെ മോറൽ സ്റ്റാൻഡേർഡ് കൂടി ഉയർത്താൻ സാധിക്കും. അത് വെറും എക്കണോമിക് ആയിട്ടുള്ള ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ അല്ല, ഇത് മോറൽ ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സാധിക്കുന്ന ഒന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. ദെൻ നെക്സ്റ്റ്, അടുത്ത ഒബ്ജക്റ്റീവാണ് അടുത്തൊരു ഒബ്ജക്റ്റീവാണ് ഇൻക്രീസിങ് ദി പ്രോസ്പെരിറ്റി ഓഫ് ദി ഹോൾ കമ്മ്യൂണിറ്റി. മൊത്തം കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള അഭിവൃദ്ധി കൂടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം. അത് ഇൻഡിവിജ്വലിന്റെ വെൽഫെയറിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല. Another objective of cooperation is to create among members a sense of the community. ഒരു കമ്മ്യൂണിറ്റി എന്ന ബോധം വളർത്തിയെടുക്കുക. അതിലൂടെ എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം. കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരിക്കലും തന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെൽഫെയർ അല്ല. അതേസമയം ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡിന് പകരം അവർ ടേക്ക് ചെയ്യുന്നത് ബ്രോഡർ വ്യൂ ഓഫ് ലൈഫിനെയാണ്. കോപ്പറേഷൻ സ്ട്രെസ് ചെയ്യുന്നത് the fact that individuals will prosper along with the prosperity of community.
ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റോട് ഒപ്പം തന്നെയാണ് ഇൻഡിവിജ്വലിനും ഡെവലപ്മെൻറ്റ് സാധ്യമാവുക എന്നാണ് കോപ്പറേറ്റീവ്സ് വിശ്വസിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷ്യം എന്താണ്? വെൽഫെയർ ഓഫ് നോട്ട് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ല, ഹോൾ കമ്മ്യൂണിറ്റിയുടെ മൊത്തം ക്ഷേമത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ഒബ്ജക്റ്റീവ് അടുത്തൊരു ഒബ്ജക്റ്റീവ് ലേക്ക് പോവാം. നെക്സ്റ്റ് അബോളിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്, സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളെ ഇല്ലാതാക്കുവാൻ. അതായത് സോഷ്യൽ ഇനീക്വാലിറ്റി എന്നുള്ള ഒരു സോഷ്യൽ കൺസെപ്റ്റ് കൂടി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. സോഷ്യൽ ഇനീക്വാലിറ്റി എന്നുള്ള സോഷ്യൽ കൺസെപ്റ്റ് കൂടി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അബോളിഷൻ അത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും കുറച്ച് ആളുകളുടെ കയ്യിൽ സമ്പത്ത് എത്തിപ്പെടുന്ന അവസ്ഥ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുക? ഉയർന്നവരും താഴ്ന്നവരെന്നുള്ള രീതിയിൽ ഇനീക്വാലിറ്റി നിലനിൽക്കുക, സാമൂഹികമായിട്ടുള്ള അസമത്വം നിലനിൽക്കുക. ഇത്തരം അസമത്വം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇല്ല. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വരവോടുകൂടി ഇത്തരം അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ അത്തരം ഒരു സമ്പദ് വ്യവസ്ഥക്ക് സാധിക്കും. ബ്രോഡർ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് അത് കൊണ്ടുവരുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അബോളിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ഉള്ള രീതിയിലുള്ള ഒരു സമൂഹത്തെയായിരിക്കും. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എല്ലാവർക്കും ഗ്യാരണ്ടീഡ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് എനിബഡീസ് ഇൻട്രസ്റ്റ് ബീങ് ഹർട്ട്. ആരെങ്കിലും താല്പര്യങ്ങൾക്ക് എതിരായി വരുന്ന ഒന്നും എന്തുണ്ടാവില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല. എല്ലാ മെമ്പേഴ്സിൻ്റെയും റൈറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഈക്വലി എന്താണ് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. then ന്യൂട്രാലിറ്റി ഇൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. അടുത്ത കോപ്പറേറ്റീവ്സിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയാം, കോപ്പറേറ്റീവ്സ് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള പക്ഷപാതിത്വമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വ് അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകളോടുള്ള ചായ്വ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കാണാൻ പറ്റില്ല. ഇത് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുക. ഇതിൽ നിന്നൊക്കെ ന്യൂട്രൽ ആയിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി. as a separate distinctive identity of the cooperative society is lost if it aligns itself with the political parties and religious group. ഏതെങ്കിലും റിലീജിയസ് ഗ്രൂപ്പിനോ പൊളിറ്റിക്കൽ പാർട്ടീസിനോ വശംവദരാകുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പറേറ്റീവ് എന്ന ഐഡൻറ്റിറ്റി ലോസ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ്സിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ന്യൂട്രൽ ആണ് ബിറ്റ്വീൻ ദി പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ എന്നുള്ളത്. There would be no probability that members' welfare would be neglected. അവിടെ മെമ്പേഴ്സിൻ്റെ വെൽഫെയർ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടാവില്ല. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. എന്താണ് കോർപ്പറേറ്റ് ലൈഫ് എന്നുള്ളത് ആളുകൾക്ക് വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കോപ്പറേറ്റീവാണ്. കോപ്പറേറ്റീവ് ശരിക്കും ഒരു കോപ്പറേറ്റീവിൻ്റെ തന്നെ നമ്മൾ സ്കൂൾസ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ പറഞ്ഞിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ക്യാപിറ്റലിസം ടു ബൈ കോപ്പറേഷൻ എന്നുള്ളതാണ്. അങ്ങനെ കോപ്പറേഷൻ തന്നെ ഒരു എക്കണോമിക് സിസ്റ്റത്തിലെ പ്രധാന ഡൊമിനൻ്റ് പൊസിഷനിൽ എത്തുന്ന ഒരു സിസ്റ്റമാണെന്നും അത്തരം ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റുകളിലായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റികളെന്നും അത്തരം കോർപ്പറേറ്റുകളിൽ വർക്ക് ചെയ്യുന്നതും എങ്ങനെ അതിൻ്റെ ഭാഗമാകുന്ന അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന മാനേജ് ചെയ്യുന്നതും അത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ എന്താണ് ഒരു കമ്പനി ആയിക്കോട്ടെ, പാർട്ണർഷിപ്പ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ റൺ ചെയ്യുന്ന ആളുകളുടെ അവരുടെ ഒരു കഴിവ് വികസിപ്പിച്ചെടുക്കുന്നത് എങ്ങനെ, അതൊക്കെ ശരിക്കും പഠിക്കാനും സാധിക്കുന്നത്
അതൊക്കെ അറിയാൻ സാധിക്കുന്നത്, അടുത്തറിയാൻ സാധിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവായിട്ട് അതുകൊണ്ട് പറയുക കോർപ്പറേറ്റ് ലൈഫ്, ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ് എന്നുള്ളത് അവയുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയാം. ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ നമ്മൾ അൾട്ടിമേറ്റ് എയിമായിട്ടുള്ള കോർപ്പറേറ്റ് കോമൺവെൽത്ത് എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ എക്കണോമിക് സിസ്റ്റത്തിൽ വരുന്ന ഓരോ പാർട്ടായിരിക്കും ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എക്കണോമിക് സിസ്റ്റത്തെ മൊത്തത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന, പ്രൈവറ്റിന് പകരം വെക്കാൻ പറ്റുന്ന ഒന്നായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാറും. അങ്ങനെ മാറുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ശരിക്കും എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ലൈഫിന് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരനായിട്ടുള്ള വീക്കർ സെക്ഷനായിട്ടുള്ള ആളുകൾക്ക് കൂടി എന്താണ് ഒരു വലിയ എക്കണോമിയുടെ ഡൊമിനന്റ് പൊസിഷനിൽ നിൽക്കുന്ന സ്ഥാപനത്തിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അവയിൽ വർക്ക് ചെയ്യുക, അത് നിയന്ത്രിക്കുക, അത് പരിചയപ്പെടുത്തുക. അങ്ങനെ ആ പരിചയപ്പെടലിലൂടെ ലഭിക്കുന്ന അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വികസനത്തിലേക്ക്, സ്വന്തമായിട്ടുള്ള വികാസത്തിലേക്കും വരിക. അതായത് ഈച്ച് ഫോർ ഓൾ, ഓൾ ഫോർ ഈച്ച് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് വെക്കുന്നത്. ഓൾ ഫോർ ഈച്ച്, ഈച്ച് ഫോർ ഓരോരുത്തരും. അതിന് പകരം മറ്റുള്ള നിലവിലുള്ള സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള മുദ്രാവാക്യം ഉപേക്ഷിച്ചുകൊണ്ട് ഓൾ ഫോർ ഈച്ച്, ഈച്ച് ഫോർ ഓൾ എന്ന മുദ്രാവാക്യമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏറ്റവും സ്യൂട്ടായത്. ഒന്നുകൂടി പറയുക, എലിമിനേഷൻ ഓഫ് ദി മിഡിൽ മാൻ, മധ്യവർത്തികളായിട്ടുള്ള ആളുകളുടെ ഇടപെടലുകൾ കുറക്കാൻ കഴിയുക. രണ്ടാമത്തെ, റിമൂവൽ ഓഫ് ദി എവിൾസ് ഓഫ് ക്യാപിറ്റലിസത്തിൻ്റെ എവിൾസായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ക്ലാസ് സ്ട്രഗിൾ, എക്കണോമിക് ഇനീക്വാലിറ്റി, അൺഫെയർ കോമ്പറ്റീഷൻ എന്നിവ കുറച്ചു കൊണ്ടുവരിക. റേസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ, പാവപ്പെട്ടവൻ്റെ സ്റ്റാറ്റസ്, എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന പാവപ്പെട്ടവരുടെ സ്റ്റാറ്റസ് ഉയർത്തുക. റൈസിങ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, മോറൽ സ്റ്റാൻഡേർഡ്, ഇതിന് എത്തിക്കലായിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് കൂടിയാണ്. അതുകൊണ്ട് എത്തിക്കൽ സൈഡ് കൂടി എന്താണ് കറക്റ്റ് ചെയ്യാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കും. ഇൻക്രീസ് ഇൻ ദി പ്രോസ്പെരിറ്റി ഓഫ് ദി ഹോൾ കമ്മ്യൂണിറ്റി, മൊത്തം കമ്മ്യൂണിറ്റിയുടെ അഭിവൃദ്ധി. ദെൻ അബോളിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക, പൂർണ്ണമായി ഇല്ലാതാക്കുക. കുറച്ച് കൊണ്ടുവരില്ല, അബോളിഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക. സോഷ്യൽ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ്. ദെൻ ന്യൂട്രാലിറ്റി ഇൻ റിലീജിയൻ പൊളിറ്റിക്സ്, പ്രത്യേക മതവിഭാഗത്തിനോടോ രാഷ്ട്രീയ പാർട്ടിയോടോ ഏതെങ്കിലും തരത്തിലുള്ള ചായ്വ് പ്രകടിപ്പിക്കില്ല, അവിടെ ന്യൂട്രൽ ആയിരിക്കുക. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫിനെ ആളുകൾക്ക് എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ കാര്യങ്ങൾക്ക് ഇതിനു വേണ്ടിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലകൊള്ളുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ സാധാരണക്കാരനായിരിക്കും. അത് മിഡിൽ മാൻ എലിമിനേറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണെങ്കിലും, ക്യാപിറ്റലിസത്തിൻ്റെ എവിൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും, റൈസിങ് ഇതിൻ്റെ ഏതൊരു ഒബ്ജക്റ്റീവ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ കാണാൻ പറ്റും നമുക്ക്. വീക്കർ സെക്ഷൻസ്, അല്ലെങ്കിൽ പൂവർ, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന വർക്കേഴ്സ്, ഏതെങ്കിലും വിധത്തിൽ ഇതിൽ സോഷ്യൽ ഇനീക്വാലിറ്റീസിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വീക്കർ സെക്ഷൻസിനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും പുവറായിട്ട് പാവപ്പെട്ട ഒരാൾക്കാണ് അതിൻ്റെ പ്രയോജനമൊക്കെ ലഭിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിൽ സർവീസ് മോട്ടീവായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി അത്തരത്തിലൊരു ഓർഗനൈസേഷനാണ്. സർവീസ് മോട്ടോ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ അതിന് മറ്റ് ക്യാപിറ്റലിസത്തിൽ പറയുന്ന പ്രോഫിറ്റ് മോട്ടീവായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മാറാൻ സാധിക്കില്ല. നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ തന്നെ പറയാം, ഇതൊരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. സോഷ്യൽ ഓർഗനൈസേഷൻ കോർപ്പറേറ്റീവ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, റിമൂവൽ ഓഫ് എവിൾസ് ഓഫ് ക്യാപിറ്റലിസം, റൈസിങ് എക്കണോമിക് സ്റ്റാറ്റസ്, റൈസിങ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, ഇൻക്രീസ് ഇൻ ദി പ്രോസ്പെരിറ്റി ഓഫ് ഓൾ കമ്മ്യൂണിറ്റി, abolition of social equalities, neutrality in religion, politics, development of corporate life.
സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി comes into existence for the fulfillment of certain social objectives. ഈ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാസ്കുകളൊക്കെ ചെയ്തുകൊണ്ട് സോഷ്യൽ ഓർഗനൈസേഷനായി മാറും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം.